ബി.ജെ.പി. നേടുമോ എന്നുള്ളൊരു ചോദ്യം വളരെ വലിയതാണ് കേരളത്തിൽ. പക്ഷേ അങ്ങനെ നേടും എന്നുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നു. 0 മുതൽ 5 വരെ, 7 വരെ, 9 വരെ, 10 വരെ, 13 വരെ, 14 വരെ 14 വരെ സീറ്റ് പറയുന്നു. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ 15 പറയുന്നു. അപ്പോൾ 0 പറയുന്നവരുണ്ട്, 2 പറയുന്നവരുണ്ട്. 0 കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ല കേട്ടോ, 2 ഉള്ളൂ. 2 എന്ന് പറയുന്ന ഒന്ന് നിയമവും ഒന്ന് കഴക്കൂട്ടമാണ്. പിന്നെ 4 ഉള്ളൂ, അതായത് വട്ടിയൂർക്കാവ്, പിന്നെ പാലക്കാട്, ഇങ്ങനെ അങ്ങനെ 7, പിന്നെ ചാത്തന്നൂർ, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് 15 വരെ പോകുന്ന കഥയുണ്ട്. 15 സീറ്റൊക്കെ ബി.ജെ.പി. പിടിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. പല കാരണങ്ങളുണ്ട്. ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നാമജപ ഘോഷയാത്രയൊക്കെ നടത്തി ഒരുപാട് RSSകാരും സംഘപരിവാറുകാരും ബി.ജെ.പിക്കാരും ജയിലിൽ പോയെങ്കിലും, സുരേന്ദ്രൻ്റെ തലയിലിരുന്ന ഇരുമുടി കെട്ട് വഴി താഴെ പോയെങ്കിലും, KP ശശികല ടീച്ചറിനെയും അവരെ കൂടെ പോയ കൊച്ചു കുട്ടികളെയും വരെ പോലീസ് പീഡിപ്പിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ പ്രശ്നമാണ് നടന്നതെങ്കിലും ഒരുപാട് ബ്രാഹ്മണ, നായർ, ഈഴവ, പട്ടികജാതി, പട്ടികവർഗ എല്ലാ സമുദായങ്ങളിലും പെട്ട ഹിന്ദു നാമധാരികളായിട്ടുള്ള വനിതകൾ, അതുവരെ പുറത്തിറങ്ങാത്ത അന്തർജനവും അതിൽ വീട്ടമ്മമാരും എല്ലാവരും റോഡിലിറങ്ങി അയ്യപ്പന് വേണ്ടി, ശബരിമല അയ്യപ്പൻ്റെ ആചാര സംരക്ഷണത്തിന് വേണ്ടി വലിയ നാമജപ ഘോഷയാത്ര നടത്തി. അത്രയും വലിയ ഘോഷയാത്ര നടത്തിയിട്ടും പിന്നെ വന്ന തെരഞ്ഞെടുപ്പിന് കെട്ടിവെച്ച കാശ് ബി.ജെ.പിക്ക് കിട്ടിയില്ല. 19 സീറ്റിൽ പാർലമെൻറ്റിൽ UDF ആണ് അത് അടിച്ചത്. ആദ്യമായി തെരഞ്ഞെടുപ്പിന് ചെന്നിറങ്ങുമ്പോൾ തിരുവനന്തപുരത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എവനെ വേണ്ടേ എന്ന് നിലവിളിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ അവിടെ ചെന്നിറങ്ങി കുറിയൊക്കെ മാച്ച് അവരെ ചെന്നിറങ്ങിയപ്പോൾ മുസ്ലിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഉണ്ണിത്താൻ 2 പ്രാവശ്യമായിട്ട് അവിടെ MP-യുമാണ്. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയത് UDF-നാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും UDF-നാണ് ഗുണം കിട്ടിയത്. 19 സീറ്റിലേക്ക് LDF പോയപ്പോൾ ബാക്കി 140-ൽ 121 സീറ്റിലും ജയിച്ചത്, അസംബ്ലി സീറ്റ് കണക്കാക്കിയാൽ ജയിച്ചത് UDF ആണ്. എന്നാൽ ഇപ്രാവശ്യത്തെ ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൻ്റെ ഗുണം കുറേ അധികം കിട്ടാൻ പോകുന്നത് ബി.ജെ.പിക്കാണ്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വി മുരളീധരൻ പിന്നായിരിക്കും, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനായിരിക്കും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ വി മുരളീധരൻ ജയിച്ചാൽ അത് ശബരിമലയിലെയും കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു ദേവീക്ഷേത്രത്തിലെയും ഒരു പോറ്റിയുടെ മരണത്തിനും, അതുപോലെ കഴക്കൂട്ടം മണ്ഡലത്തിലെ ക്ഷേത്രത്തിലും ശബരിമലയിലെയും പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തു കൂട്ടിയെന്ന് ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരിക്കും അത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റിൽ 5 സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് CPM-നെന്നാണ് കേൾക്കുന്നത്. അതും ശബരിമലയായിരിക്കും പ്രധാന വിഷയം. അപ്പോൾ നിയമം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായി ഈ പരമ്പരാഗതമായി തന്നെ വോട്ട് കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് നിയമം മാറിയിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടി, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് നല്ല വോട്ട് കിട്ടി, തോറ്റെങ്കിലും നല്ല വോട്ട് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വലിയ വോട്ട് കിട്ടി. രാജീവ് ചന്ദ്രശേഖരനും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ വലിയ വോട്ട് കിട്ടി. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൗൺസിലർ തെരഞ്ഞെടുപ്പിനും വലിയ വോട്ടാണ് ആ ഭാഗത്ത്, നേമം ഭാഗത്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമമണ്ഡലത്തിലുള്ള സ്ഥലങ്ങളിൽ കൗൺസിലർമാരായിട്ട് കൂടുതലും ബി.ജെ.പിക്കാരാണ്. ഡെപ്യൂട്ടി മേയറും, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ ഭാഗവും ആ ഭാഗത്തുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മേയർ വരെ അവിടെ നിന്നുള്ള ഒരു ആളാണ്, നിയമമണ്ഡലത്തിലെ ആളാണ്. അപ്പോൾ ഇങ്ങനെ അതോ വട്ടിയൂർക്കാവ്, എനിക്കത് ബോർഡർ മറ്റുമാണ്, കുലശേഖരമാണെന്ന് തോന്നുന്നു ബോർഡർ. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഉള്ള ആളുകളാണ്. അപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വോട്ട് കിട്ടാനുള്ള, പിന്നെ നായർ വോട്ട് നന്നായിട്ട് ചലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈഴവ വോട്ട് ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ വോട്ട് കൂടി ചലിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ കുറേ കൂടി അവർക്ക് സീറ്റുകൾ മെച്ചപ്പെടുത്താമായിരുന്നു. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വോട്ട് അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് കൊണ്ടുവരേണ്ട സ്ട്രാറ്റജി ഇനിയിപ്പോൾ വരുമായിരിക്കും. എന്തായാലും ഈഴവ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ബ്രാഹ്മണാദി മറ്റ് മുന്നോക്ക സമുദായങ്ങളുടെ വോട്ട് ആൾറെഡി അവരെ പോക്കറ്റിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈഴവരുടെ നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആൻറ്റി ഇൻകംബൻസിൻ്റെ ഒരു പരിധിവരെ ശബരിമല പോലുള്ള ആൻറ്റി ഇൻകംബൻസ് പരിപാടികൾ, ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്ന അഴിമതി, ഇതിനൊക്കെ മെച്ചം കിട്ടിയിരിക്കുന്നത് ബി.ജെ.പിക്ക് തന്നെയാണ്. അങ്ങനെ മെച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 കടക്കുമോ? 5 കടന്നാൽ ബി.ജെ.പി പറയും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവണം, ഇപ്പം തന്നെ ഈ വർഷം തന്നെ തരാൻ പറ്റുമോ? പറ്റുമെങ്കിൽ തരണമെന്നുള്ള നിലയിൽ അവർക്ക് അവകാശവാദം ഉന്നയിക്കാം. അതൊരു തമാശ രൂപത്തിലോ ഒരു പരിഹാസ രൂപത്തിലോ ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ചാലും ബി.ജെ.പിക്ക് ഒരു അവകാശം സെക്രട്ടേറിയറ്റിൽ ഉണ്ട്. പിന്നെ അവർക്ക് ധൈര്യമായിട്ട് സെക്രട്ടേറിയറ്റിൽ ചെന്ന് കയറാം. അവർക്ക് രാജഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം വളരെ പ്രായമുള്ള സമയത്താണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലൊന്നും അങ്ങനെ പോകത്തില്ലായിരുന്നു, PA അയക്കത്തുള്ളായിരുന്നു. പക്ഷേ ഈ അസംബ്ലിയിലും പോകും. പരിപാടി നടക്കുന്ന ദിവസം, അസംബ്ലി നടക്കുന്ന ദിവസം പോകും, അല്ലാതെ ഒന്നും
പോവില്ല, കാണാനും ഒന്നും പോകത്തില്ല. പക്ഷേ ബാക്കിയുള്ള കുറച്ചുകൂടി പ്രായം കുറഞ്ഞ MLA-മാരായിരിക്കും വരുന്നത്. വി മുരളീധരനായാലും അതുപോലെ നേമത്ത് ചന്ദ്രശേഖരായാലും രാജീവ് ചന്ദ്രശേഖർ, ഇവരെല്ലാം പ്രായം കുറച്ച് കുറവാണല്ലോ. അപ്പോൾ അവർക്ക് സെക്രട്ടേറിയറ്റിൽ കയറാം. സെക്രട്ടേറിയറ്റ് ഇനി 5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോഴേ ആ കസേരയൊക്കെ സ്വപ്നം കാണാം. നോർത്ത് ബ്ലോക്കിലും സൗത്ത് ബ്ലോക്കിലും പിന്നെ എല്ലാ ബ്ലോക്കിലൊക്കെ ഒന്ന് പോയി, അനക്സിലൊക്കെ ഒന്ന് പോയി, എല്ലായിടത്തുമൊക്കെ പോയി ഇതൊന്ന് ഒന്ന് പരുവപ്പെടാം, ഒന്ന് കണ്ടീഷൻ ചെയ്യാം. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ തിയറിയൊക്കെ അനുസരിച്ച് ഒന്ന് സ്വപ്നം കാണാം. അതിനുള്ളൊരു സാധ്യത BJPക്ക് കിട്ടാനുള്ള എല്ലാ വഴികളുമാണ് കാണുന്നത്. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ പറഞ്ഞതനുസരിച്ചായാലും ഈ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന നോക്കിയാലും BJP പ്രാവശ്യം ഒരു കൗണ്ടബിളായിട്ടുള്ള അല്ലെങ്കിൽ എണ്ണാവുന്ന നിലയിലുള്ള സീറ്റിലേക്ക് വരാനാണ് കൂടുതൽ സാധ്യത. അപ്പോഴത് UDFൻ്റെ തരംഗത്തെ 100 അല്ലെ 90 എന്നൊക്കെ പറഞ്ഞ തരംഗത്തെ പിടിക്കുമോ, അതോ LDFൻ്റെ പോകുന്നതിൽ നിന്ന് കുറച്ചുകൂടി പിടിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് വളരെ പ്രധാനം. അങ്ങനെ ഏത് മുന്നണിയുടെ വോട്ടാണ് BJP പിടിക്കുന്നു എന്നുള്ളത് വരുന്ന ദിവസം അറിയാം. ഇതിനിടയിൽ മറ്റൊരു ട്രോള് കൂടി ട്രോളല്ല, ഒരു കാര്യം കൂടി പോകുന്നുണ്ട്. 25 സീറ്റുകളിൽ LDFുമായി അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട് BJP എന്നൊരു വാർത്തയും കറങ്ങുന്നുണ്ട്. പക്ഷെ അത് ശരിയാണോ എന്നറിയില്ല. കാരണം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് 3 മുന്നണികളും ശക്തമായ സാന്നിധ്യം തെളിയിക്കാനും LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കേണ്ടത് അവരുടെ ഒരു അനിവാര്യതയാണ്. അത് 3ാം ഭരണമെന്നുള്ള നിലയിലല്ല, അല്ലാതെ തന്നെ ഇന്ത്യയിൽ ആകപ്പാടെ തരിമ്പ് പോലും ആകപ്പാടെ ഒരു തരിയാണ് ഉള്ളത്. ഇവിടെ കനൽ ഒരു തരിയേ ഉള്ളൂ. അത് കെട്ടുപോയാൽ പറ്റില്ല എന്ന് CPM-അറിയാം. UDFനെ സംബന്ധിച്ചും അവർക്ക് 10 വർഷമായി പുറത്തു നിൽക്കുകയാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം കൈവിട്ട കളി കളിക്കുന്ന നല്ലതല്ല. കാര്യം അങ്ങനെ കളിച്ചാൽ പിന്നെ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കൊട്ട് കിട്ടും. മാത്രമല്ല അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന എപ്പോഴും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ എന്നാണ് BJPക്കൊരു അസ്തിത്വം ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് BJP അങ്ങനെ കളിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഡീൽ വാർത്ത അത്ര, പിന്നെ പ്രാദേശികമായി ഇപ്പം ബാലഗോപാലിന് NSSൻ്റെ വോട്ട് കിട്ടുന്നു, KN ബാലഗോപാൽ, അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ പത്തനാപുരത്ത് ഗണേഷിന് ചിലപ്പോൾ NSSൻ്റെ വോട്ട് കിട്ടും. ആ NSSൽ ചിലപ്പോൾ BJPക്കാരും ഒക്കെ കാണും. അങ്ങനെയുള്ള പ്രാദേശിക അടിസ്ഥാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ ചില കളികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. IB സതീഷിന് NSSകാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാം. പക്ഷെ മൊത്തത്തിൽ ഒരു അന്തർധാര ഉണ്ടായതേ നമ്മൾ കരുതുന്നില്ല, ഒരു ഡീലും ഉണ്ടായതേ കരുതുന്നില്ല. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 2 കൈമിട്ട് നിൽക്കുന്നത് കൊണ്ട്, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടിയാലും ലോട്ടറിയാണ്, ബമ്പർ ബോണസാണ്.